നമസ്കാരം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. ഇന്നത്തെ ഈ ഇനാഗുറൽ എപ്പിസോഡിന് നിറം പകരുവാൻ നമ്മുടെ പ്രിയങ്കരനായ രമേശ് ചേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം രമേശ് പിഷാരടി. രമേശ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഞാനും ഉണ്ടാവും ഇനി രമേശ് ചേട്ടന്റെ കൂടെ. ഗംഭീരമായിരിക്കും. സ്റ്റെഫിക്കും ഒരു പുതിയ തുടക്കമാണ്. നമ്മൾ മലയാളികൾക്കും ഞങ്ങൾക്കും പ്രേക്ഷകർക്കും ഒക്കെ ഒരുപോലെ ഒരു പുതിയ തുടക്കം. അതിമനോഹരമായ ഈ ദിവസത്തിൽ നാടും നഗരവും ദീപാലങ്കൃതമായിരിക്കുന്ന ഈ ദിവസം ചിരിയുടെ പുതിയ വിളക്കുകൾ തെളിയിക്കാൻ ഈ പരിപാടിക്കാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മലയാളികളുടെ ചിരി എന്ന വാക്കിന് പര്യായമായി മാറിയ ഒരു അതുല്യ പ്രതിഭയാണ് ഈ ദീപാവലി എപ്പിസോഡിൽ നമ്മളോടൊപ്പം എത്തുന്നത്. അത്രയ്ക്ക് പോപ്പുലറായ ഒരു മനുഷ്യൻ. അയാളെ അറിയാത്തവരെല്ലാം ജാടക്കാരാണ്. ഹിസ് ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ ഏലിയാസ് വിക്രം ഏലിയാസ്. ആരെങ്കിലും അയാൾ വന്ന ശേഷം ഷെഫിയോട് അയാൾ ആരാണെന്ന് ചോദിച്ചാൽ ചേച്ചിയുടെ ഭർത്താവാന്ന് പറഞ്ഞാൽ മതി. ഏറെ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാഷണൽ അവാർഡ് വിന്നർ ശ്രീ സലീം കുമാർ. സലീമേട്ടാ, സ്വാഗതം. സ്വാഗതം. സന്തോഷം. സ്വാഗതം. എൻ്റെ ഒരു കലാജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഒരു തമാശ എങ്ങനെ പറയണം, എവിടെ കൊണ്ട് കെട്ടണം, പറയാനൊന്നുമില്ലെങ്കിൽ മിണ്ടാതിരിക്കണം, ആ തമാശ ഉണ്ടെങ്കിൽ മാത്രം തമാശ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കാര്യമുള്ള കാര്യങ്ങൾ പറയണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ സലീമേട്ടൻ്റെ വീട്ടിൽ, കാരണം ട്രൂപ്പിന്റെ ഓഫീസ് വീടായിരുന്നു, നേരത്തെ എത്തിയും പോയും വന്നും കണ്ടും ഒക്കെ പഠിച്ചിട്ട് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. സലീമേട്ടൻ തുടങ്ങിയത് ഒരു ട്രൂപ്പായിരുന്നു. എല്ലാം പുതിയ ആൾക്കാരെ വെച്ചിട്ടാണ് ഒരു ട്രൂപ്പ് തുടങ്ങിയത്. ഒരുപാട് പുതിയ പ്രതിഭകൾ ഇന്ന് ഈ ഷോയിൽ, അന്ന് ഞങ്ങളെല്ലാം വന്നതുപോലെ അടുത്ത ഒരു ചിരിയുടെ അമ്പുകളുമായിട്ട് ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ആ പുതിയ പ്രതിഭകളെ കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, ഞാൻ അന്ന് അങ്ങനെ തുടങ്ങാൻ കാരണം പിഷാരടി അടക്കം ഉള്ള ആളുകൾ പുതുമുഖങ്ങളായിരുന്നു. അങ്ങനെ ചെയ്യാൻ കാരണം എനിക്ക് ഇപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇപ്പോൾ ഒരുപാട് പഴയ മുഖങ്ങളെ എക്സ്പീരിയൻസ്ഡായ ആളുകൾ എനിക്ക് കിട്ടുമായിരുന്നു. എനിക്കതായിരുന്നു ലാഭം. ഒരു ട്രൂപ്പ് ഓണർ എന്ന രീതിയിൽ അതായിരുന്നു ലാഭം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവർ വയസ്സാവും. അവർ വയസ്സായി കഴിഞ്ഞാൽ ഈ സംഭവം അതോട് സ്റ്റോപ്പ് ആവും. ഒരുപക്ഷെ പിഷാരടിയെ പോലുള്ള ആളുകൾക്ക് ഇവര് വരാതിരിക്കുക രണ്ടാമത്തെ കേസാണ്. അപ്പം ഈ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുക, അവരെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ കുറെ നഷ്ടങ്ങൾ നമുക്കുണ്ടാവും. പക്ഷെ ആ നഷ്ടങ്ങൾ പിൽക്കാലത്ത് കണക്കൂട്ടുമ്പോൾ വൻ ലാഭമായിരിക്കുള്ളൂ. ഇപ്പൊ പിഷാരടി ഇപ്പൊ ആരായാലും അപ്പൊ നമുക്ക് വളരെ സന്തോഷമാണ്. കാരണം നമ്മളെ അങ്ങനെ പിഷാരടി മാത്രമല്ല, ഒരുപാട് പേരെ കൊണ്ടുവരാൻ പറ്റി ഇങ്ങനെ. അപ്പൊ നാളെ പിഷാരടിക്കൊക്കെ അഭിമാനിക്കാം. ഒരുപാട് പേര് ഞാനിങ്ങനെ വൺസ് അപ്പോൺ എ ടൈമിന്റെ വേദിയിൽ നിന്ന് വളർന്നു വന്ന ആളുകളാണ് എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം. അതായിക്കോട്ടെ ഏറ്റവും വലിയ അഭിമാനം. Once upon a time version 2 ഐശ്വര്യത്തിന്റെയും നന്മയുടെയും ഭദ്രദീപം തെളിയിക്കാനായി സലീമേട്ടനെയും രമേശ് ചേട്ടനെയും ഞാൻ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഷോ ഡയറക്ടർ ഹരി പി നായർ, DOP അജയൻ ചേട്ടൻ, നമ്മുടെ ഗ്രൂമിംഗ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന രതീഷ് കാരക്കാടിനെ ഞാൻ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വളരെ സന്തോഷം. ഇന്ന് ദീപാവലി ദിനത്തിൽ തന്നെ നമുക്ക് ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2 ആരംഭിക്കാൻ സാധിച്ചത് വളരെ വലിയ കാര്യമാണ്. ഈ പ്രോഗ്രാമിൻ്റെ ആദ്യ ഭാഗത്തിന് പ്രേക്ഷകർ നൽകിയിട്ടുള്ള പ്രോത്സാഹനത്തെ വളരെ സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2 അങ്ങനെ ഗംഭീരമായിട്ട് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ആദ്യം ആരാണ് പെർഫോം ചെയ്യാൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ശശികല ചാർത്തിയ ദീപാവലയം നം തനനം 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 തം തനനം തനാനനം തനനം ഒരു ചിഞ്ചിത ഗോപുര കിഞ്ചിത മേളം നട 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 നടനം
ഒരു അഴക് ചാർത്തി തനം തനനം തം 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 തനനം തനനന തം തനനം. കേശവ മാമ നിർത്തുന്നേ. ഇത് നമ്മളുടെ പ്രോഗ്രാമിലുള്ള ആയിട്ട് നിങ്ങൾ എന്ത് കണ്ടാലും ഇങ്ങനെ കൈയടിക്കില്ല. അല്ലേ തന്നെ എന്ത് കണ്ടിട്ട് ഇവർ കൈയടിക്കുന്നതെന്ന് പറഞ്ഞുള്ള കമന്റ് കാരണം പരിപാടി നടത്താൻ വയ്യ. കേശവ മാമ, ഒരു കാര്യം ഞാൻ പറയാം. ദീപാവലിയുടെ ദിവസം ഈ പാട്ടിട്ടുകൊണ്ട് എൻട്രി ചെയ്യുക എന്ന് പറയുന്നത് പാറുണേന്തു മുഖി വെച്ചിട്ട് തിരുവാതിര കളിക്കുന്ന അത്രയും ഫ്രഷ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇപ്പൊ കാണിച്ചു വെച്ചേക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇത്തവണ എങ്ങനെയുണ്ട്? ഇതെവിടെ നീ ഷെർവാണി കിട്ടിയത്? കോസ്റ്റ്യൂം എടുക്കുന്ന സ്ഥലത്ത് ഈ കോട്ടൺ ഇതല്ല സലീമേട്ടന് വെച്ച്. ഇത് സലീമേട്ടൻ ഇടാൻ വെച്ച ഷെർവാണിയാണ് നിങ്ങൾ ഇട്ടുകൊണ്ട് വന്നോണ്ടിരിക്കുന്നത്. അതല്ലേ നമ്മൾ തുടക്കത്തിൽ നോക്കിയപ്പോ കാണാഞ്ഞത്? അല്ല, എനിക്കറിയില്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോ എനിക്ക് കറക്റ്റ് സൂട്ടായിരുന്നത്. അങ്ങനെ ഷൂട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഇടാൻ പറ്റുമോ? അല്ല, സലീമേട്ടന് കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ? സലീമേട്ടന്റെ മുഖത്ത് സങ്കടമുണ്ട്. ആ മനസ്സ് എനിക്ക് കാണാം. സലീമേട്ടൻ എന്നോട് കുറെ തന്നെ ചോദിച്ചോടാ, ഇങ്ങനെ ഒരു ജുബ്ബയാണോ ദീപാവലിയായിട്ട് എനിക്ക് തരുന്നതെന്ന് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഇത് ഇട്ടുകൊണ്ട് വന്നത് മോശമായിപ്പോയി. അങ്ങനെ ചെയ്യരുതായിരുന്നു. പാടില്ല. അത് വിട്, അത് പോട്ടെ. അതിപ്പോ ഒരു ക്ഷമ ചോദിച്ചാൽ തീരാന്ന് കസലുള്ളൂ. അല്ല, ക്ഷമയൊന്നും ചോദിക്കണ്ട. ഒരു കാര്യം ചെയ്യൂ, നമ്മുടെ വെർഷൻ 2-ലും കേശവമാമനുണ്ട്. കേശവമാമൻ അപ്പൊ നമ്മൾ ഇത്തവണ ഒരു പ്രത്യേക സ്ഥാനമൊക്കെ തരികയാണ്. കേശവമാമന് നമ്മുടെ ഇവിടെ ചെയർ ഒരുക്കുന്നുണ്ടാവും. എല്ലാ എപ്പിസോഡും തുടങ്ങുമ്പോൾ തൊട്ട് തീരുന്നവരെ കേശവമാമൻ ആ ചെയറിൽ മിണ്ടാതെ ഇരിക്കണം. ഓക്കെ? അതെന്ത് കഷ്ടമാണത്? എന്താ? അല്ല, അങ്ങനെ നല്ലൊരു പെർഫോമർ അല്ലേ? അപ്പൊ അങ്ങനെ സ്റ്റേജിലല്ലേ ഇരുത്തേണ്ടത്? അതെ, അതല്ലേ സ്റ്റേജിൽ അഴിഞ്ഞാർട്ടാൻ കയറി. അല്ല, അഴിഞ്ഞാട്ടരെന്ന് പറഞ്ഞാലേ അതങ്ങനെ വേണ്ട. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി കാണിക്കുന്ന പല സാധനത്തിനും വേണ്ട ഒരു നിലവാരമില്ല. അപ്പം നമ്മുടെ നിലവാരമില്ലാത്ത സാധനം കാണിക്കാൻ നിൽക്കണ്ട. നമുക്ക് സ്റ്റേജിന്റെ സൈഡിലേക്ക് ഇരുത്താം. കലയോട് എനിക്കൊരു പ്രതിബദ്ധത ഇല്ലേ? അല്ല, ഇതിന്റെ പേര് പ്രതിബദ്ധത എന്നല്ല, അസൂയാന്നാണ്. ചേട്ടാ, ഇതിന്റെ പ്രശ്നം എന്നറിയാമോ? ഞാൻ പൈസ മുടക്കി എപ്പിസോഡ് ചെയ്തിട്ട് കാര്യം എൻ്റെ ഐറ്റംസ് കയറുന്നുണ്ടെങ്കിലും എന്നെ അംഗീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ പല ആൾക്കാരും ഈ കേശവമാമനെ അംഗീകരിക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് വിഷമിക്കണ്ട. കലാകാരന്മാരല്ലാത്തവരെ സമൂഹം അംഗീകരിക്കാറില്ല രാമൻകുട്ടി. നിങ്ങൾ ആയിക്കോ സലീമേട്ട. എനിക്ക് വളരെ സങ്കടമുണ്ട്. നീ പെണങ്ങല്ലേ. അല്ല സലീമേട്ടൻ, എന്നെ സലീമേട്ടൻ ഇത്ര ഞാനൊരു ഗുരുസ്ഥാനീയനായിട്ട് കണ്ടിട്ട്. അനിയനല്ലേ? അല്ല, അനിയനാണല്ലോ, അങ്ങനെ പറയരുത് ചേട്ടാ. ഞാനൊരു കലാകാരനല്ല എന്നൊക്കെ സലീമേട്ടൻ. കലാകാരനെ നമ്മളെ ബഹുമാനിക്കുന്നുണ്ട്, നിന്നെ അംഗീകരിക്കുന്നുണ്ട്. ഇല്ല, എന്റെ ഷോപ്പ് തുടങ്ങുന്നുണ്ട് അടുത്ത ആഴ്ച. നീയാണ് ഉദ്ഘാടകൻ. അവനൊന്നുമല്ല, അതൊരു അംഗീകാരമാണ് എനിക്ക്. കലാകാരൻ എന്നുള്ള നിലയിൽ എനിക്കൊരു അംഗീകാരമാണ്. ഞാൻ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. കേശവമാമനൊന്നുമല്ല. അത് മതി. അപ്പൊ എന്നെ അംഗീകരിച്ചു. അത് മതി. താങ്ക് യു സലീമേട്ട. എനിക്ക് പെട്ടെന്ന് കലാകാരനല്ലെന്നൊക്കെ പറഞ്ഞപ്പോ വലിയ വിഷമമായി. എന്താണ് കേശവമാമൻ ചെയ്യാൻ പോകുന്നത്? അപ്പൊ ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ഏകാംഗ നാടകമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആരും പാടില്ല, ഞാൻ ഒറ്റക്ക് പാടുള്ളൂ ഇവിടെ. അപ്പൊ അതിന്റെ ക്യാമറ, ക്രൂ, മറ്റ് കാര്യങ്ങള്, ഹരി, മേക്കപ്പ്, സാധനം നമ്മളെല്ലാവരും ഒന്ന് ഇവിടുന്ന് മാറി കൊടുക്കണം കേട്ടോ. പുള്ളിക്ക് ഒറ്റയ്ക്ക് എന്തോ പറയാനുണ്ട് സലീമേട്ട. പോലെ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കും. ഏകാംഗ നാടകം എന്ന് പറഞ്ഞാൽ എന്റെ ഒറ്റക്കുള്ള അംഗം, അതാണ് ഏകാംഗം. ഇവിടെ ആരും പാടില്ല. ഈ പറഞ്ഞൊന്നും നമ്മൾ കേട്ടില്ലേ? എന്താ? ഇവിടെ ആരും പാടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങോട്ട് മാറിക്ക്. ഒറ്റക്കുള്ള പ്രകടനമല്ലേ? ഓൾ ദി ബെസ്റ്റ്. എൻ്റെ ഏകാംഗ നാടകം ആരംഭിക്കാൻ പോവാണ്. അതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ ഈ നാടകം പിഷാരടി ഒന്ന് ഉദ്ഘാടനം ചെയ്യണം. ഇപ്പൊ സലീമേട്ടൻ എന്നോട് അടുത്ത ആഴ്ച സലീമേട്ടന്റെ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനം തരാന്ന് പറഞ്ഞേ ഉള്ളൂ. അതിന്റെ ഒരു ഐശ്വര്യവും കൈപുണ്യാണെന്ന് തോന്നുന്നു. ഇമ്മീഡിയറ്റ് അടുത്ത ഉദ്ഘാടനം കിട്ടി. താങ്ക് യു വെരി മച്ച്. ഔദ്യോഗികമായിട്ട് കേശവമാമന്റെ ഏകാംഗ നാടകം ഉദ്ഘാടനം ചെയ്തതായി വാക്കുകളാൽ പ്രഖ്യാപിക്കുന്നു. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു ഏകാംഗ നാടകം അവതരിപ്പിക്കണം. നമ്മുടെ പ്രളയത്തിൽ അകപ്പെട്ടു പോയ ഒരു പട്ടിയുടെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. യജമാനും പട്ടിയും തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ കഥ ഞാനിവിടെ ഒറ്റക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. ആദ്യം പട്ടിക്കുട്ടി. യജമാനെ, വെള്ളം വന്നു തുടങ്ങി. എത്രയും പെട്ടെന്ന് എന്നെ ഈ കൂട്ടിൽ നിന്ന് രക്ഷിക്കൂ യജമാനെ, എന്നെ രക്ഷിക്കൂ. ഇത് കേട്ടോടുകൂടി യജമാനൻ, ദൈവമേ, പ്രളയം വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലയോ മാളോരേ, എന്തോ ഇങ്ങടൊന്നും പറയണ്ട, ഒറ്റക്കുള്ളാണ് ഏകാംഗം. ഡയലോഗ് വേണ്ട, ഞാൻ ഒറ്റ. അല്ലയോ മാളവന ഫെറി, ഒന്ന് ശ്രദ്ധിച്ചോ, ഫെറിയിലാകെ വെള്ളം കയറി തുടങ്ങി. ഈ സമയം ആകെ പരിഭ്രാന്തരായി ജനങ്ങളെല്ലാം നെട്ടോട്ടമോടുകയാണ്. വെള്ളം ഇരമ്പി വരികയാണ് നമ്മുടെ അടുത്തേക്ക്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഈ യജമാനൻ വിഷമിച്ചിരിക്കുമ്പോൾ ആദ്യം തന്നെ ഫ്രിഡ്ജും TV ഒക്കെ എടുത്ത് രക്ഷപ്പെടുത്താൻ പറയുമ്പോൾ ആദ്യം
ഫ്രിഡ്ജ് എടുത്ത് രക്ഷപ്പെടുത്തി, രണ്ടാമത് TV എടുത്ത് രക്ഷപ്പെടുത്തി. അങ്ങനെ എല്ലാം എടുത്ത് രക്ഷപ്പെടും. ആ സമയത്തും നമ്മുടെ പട്ടി ഇവിടെ കിടന്നുണ്ട്. യജമാനൊക്കെ പറഞ്ഞു, അയ്യോ യജമാനെ, അങ്ങ് എന്താണ് എന്നെ മൈൻഡ് ചെയ്യാത്തത്? എന്നെ രക്ഷപ്പെടുത്തു യജമാനെ, യജമാനെ. ഇതൊന്നും വകവെക്കാതെ ഈ യജമാനൻ ഉള്ള വഞ്ചിയിൽ തുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, പുള്ളി അങ്ങ് അകന്നു പോയി. ഈ പട്ടി ഇവിടെ കിടന്നിട്ട് അകത്ത് കിടന്ന് വെള്ളം കയറി ഏരമ്പി പട്ടിയുടെ മുഖത്തേക്ക് വന്ന്, യജമാനെ എന്നെ രക്ഷിക്കില്ലേ യജമാനെ, യജമാനെ. സുഹൃത്തുക്കളെ, ആ പട്ടി അവിടെ ചത്തു വീണു. ഇതിന് ശേഷം ഒരു 10 വർഷങ്ങൾക്ക് ശേഷം വെള്ളം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ യജമാനൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നടന്നു വരികയാണ്. വരുമ്പോൾ കാണുന്ന കാഴ്ച അതാ 10 വർഷത്തിന് മുമ്പ് ചത്തുപോയ പട്ടി അവിടെ തന്നെ കിടപ്പുണ്ട്. ഈ കിടക്കണ പട്ടി യജമാനെ കണ്ടതും അവിടെ നിന്ന് പയ്യെ തലയുയർത്തി, യജമാനെ, 10 വർഷമായിട്ടും ഞാൻ ചാവാതെ കിടന്നത് അങ്ങോട്ട് കാര്യം പറയാൻ വേണ്ടി മാത്രമാണ്. അങ്ങക്കറിയാമോ, നിങ്ങളന്ന് എന്നോട് ചെയ്തത് ഭയങ്കര ചതിയായി പോയിട്ടാ. ഇത് പറഞ്ഞുകൂടി പട്ടി ചത്തു. ഇതിൻ്റെ സങ്കടം സഹിക്കാൻ വയ്യാണ്ട് യജമാനാകെ, ദൈവമേ, ഞാൻ എൻ്റെ വിലപ്പെട്ട TV ഫ്രിഡ്ജും എല്ലാം ഞാൻ ആ വെള്ളപ്പൊക്കത്തിൽ രക്ഷപ്പെടുത്തി. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ടോണിക്കുട്ടന് മാത്രം എന്നെ രക്ഷപ്പെടുത്തിയില്ലോ ദൈവമേ. ഈ സങ്കടം സഹിക്കാൻ വയ്യാതെ പുള്ളി, ഞാനും എൻ്റെ പട്ടിക്കുട്ടം പോയ സ്ഥലത്തേക്ക് ഞാനും പോകും, എനിക്കും വെള്ളം കുടിച്ച് മരിക്കണം. എവിടെ വെള്ളം? വെള്ളം കുടിച്ച് ഞാനും മരിക്കാൻ പോകണം. അയ്യോ, എന്നാരെങ്കിലും രക്ഷപ്പെടുത്തു. മാന്യസദസ്സിന് വന്ദനം. എൻ്റെ ഏകാംഗ നാടകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. എങ്ങനെയുണ്ട് സലിമേട്ടാ? പോരല്ല ഗജമാമ, പോരായിരുന്നു. അങ്ങനെ പറയല്ലേ, എന്തെങ്കിലും അല്ല, ഇത് പോരായിരുന്നു. നേരത്തെ അതിന് മുമ്പ് അങ്ങനെ അല്ല പറഞ്ഞു. എൻ്റെ എല്ലാ പെർഫോമൻസും ഇഷ്ടമാണെന്നല്ല പറഞ്ഞത്. അല്ല, ഇതിനു മുമ്പുള്ള എല്ലാ പെർഫോമൻസും എനിക്ക് ഇഷ്ടമായിരുന്നു. നല്ലതായിരുന്നില്ലേ? അതെ. ഈ പെർഫോമൻസ് എന്ത് പറ്റിയത്? ഇത് മാത്രം ചീഞ്ഞു പോയാ? ചീഞ്ഞുപോയി, ഭയങ്കര ചീഞ്ഞുപോയി. സംഭവം എന്താണെന്നറിയോ? എൻ്റെ കുഴപ്പമില്ല. ഇത് ഉദ്ഘാടനം ചെയ്താരാ? പുള്ളിയല്ലേ? അതിൻ്റെ കുഴപ്പമാണിത്, അവിടെ എൻ്റെ കുഴപ്പമല്ല. കേശവ മാമ, ഉദ്ഘാടനത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ ഈ ഏകാംഗ നാടകത്തിന്റെ ഉദ്ഘാടനത്തിനൊന്നും പോകുന്ന ആളുമല്ല. നിങ്ങളോടുള്ള പരിചയം വെച്ച് ചെയ്തു തന്നതാ. എനിക്ക് അടുത്ത ആഴ്ച വലിയ 3 നിലയുള്ള സലീമേട്ടന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനമുള്ള ആളാ ഞാൻ. ഞാനാ നിങ്ങൾക്ക് ചെയ്തു തന്നത്. അതെ, അത് ഉണ്ടാവില്ല. ആ ഉദ്ഘാടനം ചിലപ്പോ മാറ്റി വെച്ചേക്കുന്നു. ഡേറ്റ് മാറ്റി വെച്ചാ? ഡേറ്റ് മാറ്റി വെച്ച് ചില സാങ്കേതിക പ്രശ്നങ്ങൾ. അനിയൻ തന്നെ ഇഷ്ടമല്ല, എനിക്ക് മനസ്സിലായി. നീ എൻ്റെ അനിയനല്ലടാ, ഉദ്ഘാടനം ചെയ്യണ്ട. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മളെ ചിരിപ്പിക്കാൻ എത്തുന്ന പെർഫോമർ ഗിനീഷ് ഫ്രം കാലിക്കറ്റ്. ലെറ്റ്സ് വെൽക്കം ഗിനീഷ്. ചേട്ടാ, എന്നാ ഉണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. കാലിക്കറ്റിലൊക്കെ എങ്ങനെ? കാലിക്കറ്റിലൊക്കെ നല്ല സുഖമായിരിക്കുന്നു. എവിടെയാ കാലിക്കറ്റിൽ? എവിടെയാ? കാലിക്കറ്റിൽ പേരാമ്പ്ര. ഗിനീഷ്, ഇതല്ലാതെ ഗിനീഷ് വേറെ വല്ല ജോലിയും ചെയ്യുന്നുണ്ടോ? ചാനൽ എഴുത്ത്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. പഠിച്ചത് മീഡിയ പ്രൊഡക്ഷൻ ആണ്. കുറച്ചു കാലം ചാനലുകളുടെ ഒക്കെ പിന്നാമ്പുറത്തുണ്ടായിരുന്നു. പിന്നീട് സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. മുന്നാമ്പുറത്തേക്ക് വരാനുള്ള ശ്രമത്തിലാണ്. എല്ലാ കാലത്തും എല്ലാ നാട്ടിലും ഒരു അനൗൺസർ ഉണ്ടാവും. അദ്ദേഹം തന്നെയായിരിക്കും ആ നാട്ടിൻ്റെ ഒരു ആസ്ഥാന അനൗൺസർ. ഞങ്ങളുടെ നാട്ടിലും അങ്ങനെ ഒരു അനൗൺസർ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഒരു റിട്ടയർഡ് മിമിക്രിക്കാരനായിരിക്കും, അല്ലെങ്കിൽ സർവീസിലുള്ള മിമിക്രിക്കാരനായിരിക്കും. അങ്ങനെയാണ് അവിടെ ഏത് കാലത്തും ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ നാട്ടിലുള്ള സുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനി ആസ്ഥാന അനൗൺസറാണ്. സുനി ഒരു അനൗൺസ്മെൻറ്റിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് വെച്ചാൽ ഓവർ കോട്ട്, അതേപോലെ തന്നെ ജാക്കറ്റ്, തൊപ്പി, ബെൽറ്റ്, ഇതൊക്കെ ഇട്ടിട്ടാണ് സുനിയുടെ അനൗൺസ്മെൻറ്റ് സ്റ്റൈൽ. നമ്മുടെ നാട്ടിലെ ഉത്സവം നടക്കുകയാണ്. ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആറാട്ട് മഹോത്സവമാണ്. ആറാട്ട് മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെയർമാനായിട്ട് വരാൻ വേണ്ടിയിട്ട് ജഗന്നാഥൻ സാറ് എന്ന് പറയുന്നത് വലിയൊരു അധ്യാപകനാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പം നാട്ടുകാരൊക്കെ ചെന്ന് പറഞ്ഞു, ജഗന്നാഥൻ സാർ ഉത്സവത്തിൻ്റെ ചെയർമാനായിട്ട് വരണം. സാറ് വന്നു, പരിപാടിക്ക് ജോയിൻ ചെയ്യാണ്. പരിപാടി ആളുകളൊക്കെ കൂടി കമ്മിറ്റി കൂടി ജഗന്നാഥൻ സാറിനെ ചെയർമാനായിട്ട് തീരുമാനിച്ചു, ചെയർമാനായിട്ട് വെച്ചു.
സാറ് പ്രോഗ്രാമൊക്കെ നടക്കുന്ന സമയം ഉത്സവാഘോഷങ്ങൾക്ക് കൊടിയേറി വലിയ ഉത്സവങ്ങൾക്ക് വേണ്ടിയിട്ട് അനൗൺസ്മെൻറ്റ് സെൻറ്ററൊക്കെ തുറന്നിട്ടുണ്ട്. സുനി തന്നെയാണ് അവിടുത്തെ അനൗൺസർ. സുനി രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അന്ന് വലിയ പരിപാടിയൊക്കെയാണ്. കോമഡിയുടെ മർമ്മം അറിഞ്ഞ സ്റ്റാൻഡപ്പ് കോമഡിയുടെ രാജകുമാരൻ, മലയാളികളെ പൊട്ടിച്ചിരിപ്പിക്കാൻ പഠിപ്പിച്ച രമേഷ് പിഷാരടിയുടെ മെഗാ ഷോ, റിമി ടോമിയുടെ ഗാനമേള, പ്രാദേശിക കലാകാരന്മാർ അണിനിരക്കുന്ന പ്രാദേശിക പരിപാടി, ഇത് തന്നെ സുനി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കലാപരിപാടികളെ തുടർച്ചയായിട്ട് സുനി ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തപ്പോൾ ജഗന്നാഥൻ സാറ് സുനിക്കരികിലെത്തി. സാറ് പറഞ്ഞു, സുനി, ആധ്യാത്മികമായ ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ നാടിനുണ്ടാവാനും ജനങ്ങൾക്ക് അതൊക്കെ ഉൾക്കൊള്ളിക്കൊടുക്കാനും വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ഉത്സവങ്ങളൊക്കെ നടത്തുന്നത്. അപ്പം കലാപരിപാടികൾ വേണ്ടാന്നൊരു അഭിപ്രായമില്ല, അത് പറയണ്ടെന്നും അഭിപ്രായമില്ല. എന്നാലും ആധ്യാത്മിക കാര്യങ്ങൾ കൂടുതലായിട്ടൊന്ന് സംസാരിക്കണം. ഇത്രയും പറഞ്ഞ് ജഗന്നാഥൻ സാറ് ക്ഷേത്രത്തിന് മുന്നിലേക്ക് നടന്നു നീങ്ങി. ഉടനെ സുനി മൈക്കെടുത്ത് അനൗൺസ്മെൻറ്റ് തുടങ്ങി. തമ്പുരാൻ, മനുഷ്യൻ മഹാജ്ഞാനത്തിൻ്റെ കൈലാസമേറുമ്പോഴും അവൻ്റെ ഉള്ളിൽ അവനോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ആരാണ്? ബുദ്ധനും ശങ്കരനുമെല്ലാം ഇതേ ചോദ്യത്തിന് ഉത്തരം തേടി തമ്പുരാൻ. ഇത്രയും സുനി അനൗൺസ്മെൻറ്റ് ചെയ്തോടുകൂടി ചെമ്മീന് ശേഷം ഉണ്ടായ ഒരു സിനിമ പോലും കാണാത്ത ജഗന്നാഥൻ സാറ് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടൊരു വരവ. ഹരിമുരളി രവത്തിൻ്റെ ഹമ്മിങ്ങിൽ മഞ്ജു വാര്യർ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നവർ കുടുകുടുകുടുകുടുകുടുകുടാന്ന് പറഞ്ഞ് താഴത്തെത്തി സുനീൻ്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. സുനിയോട് ജഗന്നാഥൻ സാറ് പറയാ, അറിഞ്ഞില്ല, നിന്നിൽ ഇത്രയും കൃപയുള്ള കാര്യം അറിഞ്ഞില്ല. ദേവീ കടാക്ഷം വേണ്ടുവോളം ഉണ്ട്, അനുഗ്രഹീതനാണ്. മാപ്പു നൽകൂ മഹാപദേ, മാപ്പു നൽകൂ ഗുണനിധേ. കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീരെടുത്ത് അദ്ദേഹം 1 തുള്ളി ഇടത്തോട്ടും 1 തുള്ളി വടക്കോട്ടും എടുത്തു വിട്ടു. തിരിച്ചു നടക്കുകയായിരുന്നു മാഷ്. ഇതിനിടയിൽ സുനി 2ാമത്തെ ഡയലോഗും കീച്ചി, ഉത്സവം കൊടിയേറിയിട്ടുണ്ടെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും. 3 കതിനപിടിയും. മൊത്തത്തിലുള്ള ബിൽഡപ്പിൽ ശീവേലി കഴിഞ്ഞ് നടന്നു വരികയായിരുന്നു ആനേൻ്റെ ചന്തിക്ക് നസീർ സാർ ശ്രീലേൻ്റെ ചന്തിക്ക് എന്ന പോലെ ജഗന്നാഥൻ സാർ ഒറ്റ അടിയ. പിന്നെ കാണുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ബലൂൺ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന തലയും കയ്യും കാലൊക്കെ ഉള്ള ഒരു കുരകനില്ലേ, അതും ഒരു മുണ്ടും കൂടി ആകാശത്തൂടെ ഇങ്ങനെ പറന്നു പോന്ന. പിന്നെ അടുത്ത ഡയലോഗാ സുനീൻ്റെ. ആകാശത്ത് വർണ്ണ വിസ്മയങ്ങൾ വാരി വിതറിക്കൊണ്ട് ഇപ്പോൾ ആകാശത്തിലൂടെ സഞ്ചരിക്കുകയാണ് നമ്മുടെ ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ ജഗന്നാഥൻ സാർ. സാറിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ ആംബുലൻസ് കടന്നു വരാനുള്ള സൗകര്യമൊരുക്കി കൊടുക്കണമെന്ന് മുഴുവൻ ഭക്തജനങ്ങളോടും താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ആറാട്ട് മഹോത്സവത്തിന് പഴയൊരു ചരിത്രമുണ്ട്, വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്ര. 2 സഹോദരങ്ങളാണ്, കേളപ്പനും ഗോപാലനും. അവർ പരമ്പരാഗതമായിട്ട് ചുടുകാപ്പി വിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ചുടുകാപ്പി വിൽപ്പന വർഷങ്ങളായിട്ട് ഉത്സവത്തിന് നടത്തിയൊരു നേർച്ച പോലെ ചെറിയ പൈസയൊക്കെ വാങ്ങിക്കുള്ളൂ. ആൾക്കാർക്കൊക്കെ കാപ്പിയൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് വിടുന്ന ഒരു സമ്പ്രദായം. അങ്ങനെ ഒരു ദിവസം ഇവർ തീരുമാനിച്ചു, നമുക്ക് ഉത്സവത്തിന് കച്ചവടം വിപുലപ്പെടുത്തണം. 2 പേരും അവരവരുടെ ഭാര്യമാരെ സമീപിച്ച് ഓരോ സാരി വാങ്ങിച്ചു. സാരി ഈ ആ റോഡിൻ്റെ സൈഡിൽ തറിയൊക്കെ അടിച്ച് കെട്ടി സാരീൻ്റെ അവസാനിക്കുന്ന ഇടത്തിൽ അതിൻ്റെ എൻട്രിയൊക്കെ വെച്ച് കച്ചവടം തുടങ്ങി. പഴം, ബ്രെഡ് പൊരിച്ചത്, മുട്ട പൊരിച്ചത്, ഇതൊക്കെയാണ് ഐറ്റംസ്. ഒക്കെ കച്ചവടം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഉത്സവാഘോഷം കൂടാൻ വേണ്ടിയിട്ട് അന്ന് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയ ഏതോ ഒരു പച്ച പരിഷ്കാരി കുഞ്ഞിക്കണ്ണട്ട കളപ്പട്ട നോക്കിയിട്ട് പറഞ്ഞു, ഒരു ബുൾസേ. ബുൾസേ നോക്കാം. ഇവിടെ എന്താ പറഞ്ഞേ? ഇവിടെ ഡബിള്. 2 മുട്ട പൊരിച്ചല്ലേ, ഇവിടെ ബ്രെഡ് പൊരിച്ചത്, പഴം. ചേട്ടാ എൻ്റെ ബുൾസേ ശരിയായി തരാം. ഗോപാല, ചെറിയനെന്താ പറയുന്നത്? ബുൾസേ എന്ന് അല്ല. അപ്പം ഓനോട് തന്നെ ചോദിച്ചാലോ? അത് വേണ്ട, മാനം പോവും. നമുക്ക് ഓനോട് ചോദിച്ചിട്ട് അങ്ങനെ നമ്മളെ മാനം പോണ്ട പരിപാടിക്കൊന്നും നിൽക്കേണ്ട കാര്യമില്ല. എന്താ ചെയ്യാനൊന്നുമില്ല, ഞാനൊരു ചെറിയ പരിപാടി കാണിക്കാം. അല്ല ചേട്ടാ, എന്താ എൻ്റെ ബുൾസേൻ്റെ ആടെ നിൽക്കട. ഇനി ഇടക്കിടക്ക് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുമ്പേ ഓർഡർ കൊടുത്ത ആൾക്കാർക്കല്ലേ, ഓലിക്കൊക്കെ ഇതൊക്കെ കൊടുക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. വേഗം കേളപ്പെട്ട ഒരു വലിയ ബക്കറ്റിൽ വെള്ളം എടുക്കാൻ വെച്ചിട്ട് അടുപ്പിലങ്ങ് ഒഴിച്ചേച്ച് സമാറൊന്നിലങ്ങ് ഒഴിച്ചേച്ച് എന്നിട്ട് പറഞ്ഞു, ഇതുവരെ കഴിച്ച ആൾക്കാർ ആരും ഇനി പൈസ തരുകയും വേണ്ട, ഇനി ആരും ഒന്നിനും ഓർഡർ ചെയ്തതിന് നിൽക്കുകയും വേണ്ട, ഞങ്ങളെ കച്ചവടം കൂട്ടി. 2 ആളും 2 കെറ്റിൽ ചുടുകാപ്പി എടുത്ത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി. കാപ്പി മറ്റ് പൈസ കൊടുക്കുന്നു, 10 റുപ്യക്ക് കാപ്പി കൊടുക്കുന്നു, കാപ്പി വാങ്ങി കഴിക്കുന്നു. കാപ്പി കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചങ്ങാതി, ഹലോ ചേട്ടാ, ബ്രൂ ഉണ്ടോ? ബ്രൂ
നോക്കുമ്പം അവിടെ ബുൾസേക്ക് വന്ന അതേ പച്ചപ്പരിഷ്കാരിയാണ്. കളിപ്പിച്ച ഒരു രീതിക്ക് ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ. നേരെ ഇവർ രണ്ടും കൂടെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഈ കെറ്റിലെടുക്കുകയും ചെയ്തിട്ട് തലക്ക് ചുറ്റി 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് ദൂരത്തേക്ക് ഒരു ഏറും കൊടുത്ത് മറ്റേ ഗോപാലാട്ടൻ്റെ കെറ്റിലെടുക്കുകയും ചെയ്തിട്ട് കെട്ടി തലക്ക് ചുറ്റി 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു ഏറും മൂപ്പറും കൊടുത്തു. എന്നിട്ട് ദേവിക്ക് മുന്നിൽ ചെന്ന് നിന്ന് ശപഥം ചെയ്തു, ഇനി ഞങ്ങളോ ഞങ്ങളെ പരമ്പരയോ ഈ ഉത്സവത്തിന് കാപ്പിയോ യാതൊരു തരത്തിലുള്ള ബിസിനസ്സും ഒരു തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളായിട്ട് ഈ മണ്ണിൽ നിൽക്കൂല. ഇന്നും നിങ്ങൾക്ക് ചെന്ന് നോക്കിയാൽ കാണാം, അവരാദ്യമായിട്ട് ആ കച്ചവടം ചെയ്ത സ്ഥലമില്ലേ, അവിടെ ഒരു ഷെഡൊക്കെ കെട്ടിയിട്ട് ഇവിടെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന കാർണിവലിൻ്റെ ഒക്കെ ആൾക്കാർ ചുടുകാപ്പിയും അതേപോലെ തന്നെ മുട്ടയൊക്കെ വെച്ച് പൂജിച്ച് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും പോകുന്നത്. ഇങ്ങനൊരു ആചാരം അവിടെ നടക്കുന്നുണ്ട്. അവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അടിപൊളിയായിട്ടാ, അടിപൊളിയായിട്ടുണ്ട്. ലാസ്റ്റ് എന്തായാലും ആ ആചാരം പറഞ്ഞു നിർത്തിയതിലും അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. വെറൈറ്റി ആയിട്ടുണ്ട്. രമേശ് ചേട്ടാ, പേരെന്തായിരുന്നു? ഒരു പ്രത്യേക പേരായിരുന്നു നിങ്ങളുടെ? ഗിനീഷ്. ഗിനീഷ്. അപ്പൊ ഈ ന്യൂമറോളജി ഒക്കെ വന്നല്ലോ സലീമേട്ടയുടെ കാലത്ത്. അപ്പൊ പാട്ട് പാടുന്ന PC ജോജി എന്ന് പറഞ്ഞൊരുത്തുണ്ട് ഞങ്ങളുടെ കൂട്ടത്തില്. ജോജി ന്യൂമറോളജിനെ കാണാൻ പോയി. അപ്പൊ അയാള് PC ജോജി എന്നുള്ളതിന് PEECEE JOJ എന്നാക്കി PC ജോജി എന്നാക്കി കൊടുത്തു. അത് നിങ്ങൾക്ക് ഭയങ്കര ഉയർച്ച ഉണ്ടാവും. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പേര് മാറ്റിയാൽ പോരാ. ഈ മാറ്റിയ പേര് ആളുകൾ നമ്മളെ വിളിക്കുന്നില്ലെങ്കിൽ ഈ ന്യൂമറോളജി കൊണ്ട് ഫലമില്ല. ടെക്നിക്കലി നമുക്ക് എല്ലാവർക്കും വീട്ടുകാർ പല പേരിട്ടെങ്കിലും ആ പേരിലായിരിക്കില്ല നമ്മളെ നാട്ടുകാർ വിളിക്കുന്നത്. ഒരാളുടെ പേര് മറ്റൊരാൾ എത്ര തവണ കൂടുതൽ പറയുന്നോ അത് ഈ ആരുടെ പേരാണോ പറയുന്നത് അയാൾക്ക് നല്ലതാണെന്നാണ് ഈ ന്യൂമറോളജിയുടെ ബേസ്. അങ്ങനെ PC ജോജി എന്ന് പേരിട്ടിട്ട് ഈ ന്യൂമറോളജിസ്റ്റ് പറഞ്ഞു, ഇനി ആര് ചോദിച്ചാലും എവിടെ പറഞ്ഞാലും അനൗൺസ് ചെയ്യുമ്പോഴൊക്കെ ഇതിങ്ങനെ തന്നെ ചെയ്യിക്കണം, എന്നാലേ ഗുണം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് ജോജിയുടെ കാൻറ്റിക്കോണ്ടേക്ക് അയാളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഫസ്റ്റ് വളവ് വളഞ്ഞപ്പോൾ ഞങ്ങളെ പോലീസ് പിടിച്ച്, ഹെൽമെറ്റ് ഇല്ലാത്തതിന് ജോജീനെ പോലീസ് പിടിച്ചപ്പോൾ ബുക്കും പേപ്പറും ഒന്നുമില്ല. 1000 രൂപ ഫൈൻ എഴുതിയിട്ട് പോലീസ് റെസിപ്റ്റിൽ എന്താ പേര് PC ജോജി എന്ന് പറഞ്ഞ് P എന്ന് എഴുതി പിയും പറയാം, സാർ PEECEE എന്ന് എഴുതണം, എന്നാലേ എനിക്ക് നല്ലത് വരുള്ളൂ എന്ന്. പോലീസിൻ്റെ റെസീറ്റിലാണ് ആദ്യമായിട്ട് പുള്ളിക്ക് നല്ല കാലം തുടങ്ങിയത്. നിങ്ങളുടെ തമാശകൾ വളരെ നല്ലതായിരുന്നു, എല്ലാം ക്ലൈമാക്സ് ഉള്ള തമാശകളായിരുന്നു. ഈ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ തുടക്കത്തിൻ്റെയും ക്ലൈമാക്സിൻ്റെ ഇട കുറച്ചുകൂടെ ഫില്ല് ചെയ്താൽ നല്ലതായിരിക്കും. നമ്മൾ പടക്കം കെട്ടുമ്പോൾ ചെറിയ ഗുണ്ടുകൾ വെക്കുന്ന പോലെ ഒരു നല്ല ക്ലൈമാക്സിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇടയിലുമൊക്കെ ചെറിയ ചെറിയ തമാശകൾ കെട്ടി വെച്ച് പോയാൽ നല്ലതായിരിക്കും തോന്നി. അല്ലേ സലീമേട്ട? അല്ല, തീർച്ചയായിട്ടും സ്റ്റാൻഡപ്പ് കോമഡിയുടെ കിങ് ആണ് ഇവിടെ പറയുന്നത്. അതൊക്കെ ഞാൻ വിനീഷിന്റെ പരിപാടി ഇതിനു മുമ്പും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വിനീഷ് എവിടെയോ പോയി വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇടയ്ക്ക് ബ്രൂ കാപ്പിയുടെ കാര്യം പറഞ്ഞല്ലോ, ഞാനിത് വല്ലാത്തൊരു തർക്കം കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൻ്റെ മുന്നിൽ എവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു മഴ വന്നിട്ടൊരു കടലിലങ്ങ് ചാരി കയറി നിൽക്കുകയാണ്. മറ്റൊരാൾ ഏതോ ഒരു ഭക്തൻ വേറൊരാളും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കുറച്ച് വർഷങ്ങൾ മുമ്പാണ്. അപ്പോൾ അവിടെ വന്ന ഒരു യാചകൻ വന്നിട്ട് ഇദ്ദേഹത്തിനോട് ചോദിച്ചു, ചേട്ടാ കാപ്പി കുടിക്കാൻ ഒരു 10 രൂപ തരാമോ എന്ന് ചോദിച്ചു. ഇയാൾ പറയാണ്, കാപ്പിക്ക് 10 രൂപ ഇല്ലല്ലോ. കാപ്പി കുടിക്കാന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഉദ്ദേശിച്ചത്. കാപ്പിക്ക് 10 രൂപയില്ലല്ലോ, 7 രൂപയല്ലേ ഉള്ളൂ. ഈ യാചകൻ പറയാം, ബ്രൂവിന് 10 അല്ല, ഈ കാപ്പിക്കാശിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറവൂർ അന്നത്തോടുകൂടിയാണ് ഞാൻ മീൻ വാങ്ങിക്കൽ നിർത്തിയത്. മീനിന്റെ മുട്ട അറിയാം, മുട്ട പനഞ്ഞീൻ എന്ന് പറയുന്നത്. അതൊരു വലിയ മീനിന്റെ ഒരുപാടുണ്ട് മുട്ട ഇങ്ങനെ വെച്ചേക്കാണ് ഇങ്ങനെ. അപ്പൊ ഞാൻ വില പറഞ്ഞു, എന്ത് തന്നെ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾക്കൊരു കൃത്യമായ വില അതിനുണ്ട്. അപ്പൊ അത് പറഞ്ഞാൽ കുറഞ്ഞു പോകുമോ എന്നുള്ള സിനിമയുടെ. അതെ. അപ്പൊ പുള്ളി അറിയാം കാപ്പിക്കാശ് കൊടുക്കും പറഞ്ഞു. നമ്മുടെ കാപ്പിക്കാശ് എന്ന് വെച്ചാല് അതുപോലെ കുറഞ്ഞു പോകുമല്ലോ എന്ന് പറഞ്ഞു. നിങ്ങനെ പറഞ്ഞു ഒരു 400 രൂപ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 400 രൂപയുടെ കാപ്പിയൊന്നും ഞാൻ ജീവിതത്തിൽ ഇതേവരെ കഴിച്ചിട്ടില്ല. അപ്പൊ 10 രൂപയ്ക്കുള്ള കാപ്പി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങോട്ട് തിരിഞ്ഞു കിടന്നപ്പോ അവിടെ ആ ചേച്ചി പറയണത്, ആ സിനിമാ നടൻ വില പറഞ്ഞ മീൻ, സിനിമാ നടൻ വില പറഞ്ഞ മീൻ, സിനിമ കച്ചവടം. അതോടുകൂടിയാണ് ഞാൻ മീൻ വാങ്ങിക്കാൻ പോക്ക് നിർത്തിയത്. ഈ നാട്ടിലൊരു ആസ്ഥാന അനൗൺസർ ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങളുടെ തുടക്കം. പറവൂർ മേഖലകളിൽ ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആസ്ഥാന അനൗൺസർ ഉണ്ടായിരുന്ന ആളാണ് മഞ്ഞ ജുബയും ഇട്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന നാഷണൽ അവാർഡ് ജേതാവ്. ജീപ്പിൽ വോളിബോൾ കളി, ഇലക്ഷൻ തുടങ്ങിയ എല്ലാ സാധനങ്ങൾക്കും അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മുടെ ഈ ട്രൂപ്പിൽ ഈ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, കോതമംഗലംകാരനാണ്. പുള്ളി അനൗൺസ്മെന്റ് നീട്ടി പഠിച്ചുകൊണ്ട് വരും. പക്ഷേ ഈ പഠിച്ച സാധനത്തിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തിയാൽ ഇവൻ്റെ കയ്യിൽ നിന്ന് പോകും.
അപ്പം മറക്കുടയാൽ എന്ന് പറയുന്ന പാട്ടൊക്കെ ഇറങ്ങിയ സമയത്ത് ഇവൻ്റെ അനൗൺസ്മെൻ്റ് എന്ന് പറയുന്നത് ഇവനപ്പം ഒന്ന് എന്നെ തട്ടി പിടിച്ചിട്ട് പാട്ട് മാറ്റി കട്ടിപ്പിട്ടിടാന്ന് പറഞ്ഞു കേട്ടോ. ഇവൻ പറഞ്ഞ് മൂത്ത് വെക്കുമ്പം മണ്ണിനെ മണമുളക്കത്തകൾ മലയാളിക്ക് സമ്മാനിച്ച തകഴി ശിവശങ്കരപ്പള്ളിയുടെ പൊൻതുകലിൽ നിന്ന് പാട്ട് മാറ്റി കെട്ടിപ്പിടിടാ. സുഹൃത്തുക്കളെ, അടുത്ത ഗാനം ഒരു ലൗകിക ഗാനം, ഖുഷി എന്ന ചിത്രത്തിൽ നിന്നും. ഞാൻ ദീപാവലിക്ക് ആണ്ട് ലൗകികം എന്ന് പറഞ്ഞെന്നേ ഉള്ളൂ, അതല്ല പുള്ളി പറഞ്ഞത്. മനസ്സിലായി. ഞങ്ങളുടെ അമ്പലം കളരിക്കൽ, ചിറ്റാറ്റുകര കളരിക്കൽ ഭഗവതി ക്ഷേത്രം, അവിടെ ഉത്സവം നടക്കുകയാണ്. അപ്പൊ ഞാനിന്ന് പറവൂരാണ് താമസിക്കുന്നത്. അത് സലീമേട്ടന്റെ വീടിന്റെ തൊട്ടടുത്താട്ടോ ഞാൻ. അതെ, തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ വീട് പണിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാറി താമസിക്കുന്നു മാത്രമേ ഉള്ളൂ. ആ സമയത്ത് വീട് പണിതിട്ടില്ല. അപ്പോൾ ഡെയിലി ഞാൻ ഈ അമ്പലത്തിൽ പോകാൻ വേണ്ടി രാവിലെ അമ്പലത്തിലെത്തും. പിള്ളേരും വൈഫും ഞാനും കൂടി വരും, തിരിച്ചു പോകും. അങ്ങനെ ഒരു ദിവസം ഈ 10 ദിവസത്തിൻ്റെ ഇടയിൽ ഒരു ദിവസം വന്നപ്പോൾ അവിടെ ഈ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളൊക്കെ കൂടി ചേർന്നിട്ട് അച്ചപ്പം, കുഴലപ്പം, അലുവ, സർവത്ത് ഇതൊക്കെ വെക്കുന്ന സ്റ്റാള്, അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ഞാൻ വണ്ടി അവിടെ നിർത്തി ചെന്നപ്പോൾ പിയേഴ്സൺ മാഷ, NM പിയേഴ്സൺ എന്ന് പറഞ്ഞാൽ ന്യൂസിലൊക്കെ ചർച്ചയിലൊക്കെ ഉണ്ടാവുന്ന എൻ്റെ മാഷും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ. അപ്പൊ എന്നെ കണ്ടപ്പോൾ സന്തോഷം. വാ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനില്ല, ഞാൻ കാണാൻ വേണ്ടി വന്നതാണ്, കാഴ്ചക്കാരനായിട്ടാണ് നിൽക്കുള്ളൂ. മാഷ് തന്നെയാണ് ഉദ്ഘാടകൻ. നിലവിളക്ക് വെച്ചു, എണ്ണ കൊണ്ട് ഒഴിച്ചു. മാഷ് തീപ്പെട്ടിയാണ്, തീപ്പെട്ടി ഒഴിച്ച് കത്തിക്കും, കെട്ടുപോകും. തീപ്പെട്ടി എത്ര പ്രാവശ്യം തീപ്പെട്ടി വരക്കുന്നു, തീപ്പെട്ടി ഫുള്ള് തീർന്നു. ഇല്ല, ഈ തീറ്റി കത്തണില്ല. ആകെ പിന്നെ കലകല എന്ന് പറഞ്ഞ് ഒച്ച കേട്ടിട്ട് വിളക്കെടുത്തിട്ട് പോയി. മാഷം ഇങ്ങോട്ട് വന്നെന്തോ സ്വല്പം ലാഗ് അവിടെ ഫീൽ ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ അടുത്തോട്ട് വന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അവിടെ നടന്നത്? ഒരു തീപ്പെട്ടിക്കൊള്ളി, ഒരു തീപ്പെട്ടിയിൽ 19 കൊള്ളിയുണ്ട്, അത് ഉറച്ചിട്ടും കത്താത്ത വിളക്ക്, എന്താണ് പ്രശ്നം? എടാ, അത് അവർ എണ്ണ ഒഴിക്കുന്നതിന് പകരം സർവത്തൊഴിച്ചത്. പെണ്ണുങ്ങൾ പാവങ്ങള് ധൃതിയില് എണ്ണ സർവത്ത് ഏകദേശം ഒരേ കളറാണ്, ഒഴിച്ചത് മാറിപ്പോയി. അപ്പൊ എന്നോട് പറഞ്ഞു, എടാ നീ സിനിമയിലൊന്നും കൊണ്ടുവന്നിട്ട് ഇടരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, എങ്ങിടൂല. അപ്പൊ അന്ന് വൈകുന്നേരം എൻ്റെ ഉത്സവമാണ് അവിടെ, ഞാൻ നടത്തുന്ന ഉത്സവമാണ്. അപ്പൊ അന്ന് ഞാൻ ആദ്യമായിട്ട് ഈ കഥ തന്നെ പറഞ്ഞു അവിടെ. പറയരുതെന്ന് പറഞ്ഞില്ലെങ്കിൽ അപ്പൊ ഏതായാലും ഗംഭീരമായി. താങ്ക് യു. അതെ, ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം വരണം. താങ്ക് യു സോ മച്ച് ഏട്ടാ. താങ്ക് യു. അടുത്തതായി നമ്മളെ ചിരിപ്പിക്കാനെത്തുന്ന പെർഫോമർ ജോമി ഫ്രം കൊച്ചി. ലെറ്റ്സ് വെൽക്കം ജോമി. എനിക്കറിയാം ജോമി ജോസിയാണ്, കൊച്ചിയിൽ നിന്ന് വരുന്നു, ഒരു മിടുക്കി കുട്ടിയാണെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ലോ സ്റ്റുഡന്റ് ആണ്. ക്ലാസ് കട്ട് ചെയ്ത് വന്നിരിക്കുകയാണോ കോമഡി പറയാൻ വേണ്ടി? ഓൺലൈനല്ലേ, ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്, അകത്തുണ്ട്. ക്ലാസ് പോക്കറ്റിംഗ് ക്ലാസ് നടക്കുകയാണ് ഒരു കുട്ടിയുടെ, എന്നിട്ട് ഇവിടെ നമ്മൾ തമാശ പറയാണ് അല്ലേ? മൈക്ക് ഓഫ് ആണെന്ന് തോന്നുന്നു. ഓഫാ, അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും വരുന്നില്ല. ഭാവിയിൽ പഠിച്ച് വക്കീലാവും. ഇല്ല, അതിനൊക്കെ എളുപ്പപ്പണി ഇതാ. ഏതാ? കോമഡി കുറച്ചില്. ശരി, നമുക്ക് നോക്കാം അഡ്വക്കേറ്റിന്റെ തമാശ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോമി എന്നാണ്. ശരിക്കും എൻ്റെ പേരിടുമ്പോൾ എൻ്റെ അപ്പൻ എനിക്ക് വലിയൊരു ശത്രുത എന്തോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു സലീമിക്ക. എനിക്കറിയത്തില്ല, എന്തോ ഒരു ശത്രുത പുള്ളിക്കാരനുണ്ട്. എൻ്റെ ഇരട്ട സഹോദരിക്ക് സൂപ്പർ പേരും എനിക്ക് ജോമി എന്ന പേരുമാണ് പുള്ളിക്കാരൻ തന്നത്. ഈ പേരിൻ്റെ പ്രശ്നം ഏറ്റവും കൂടുതൽ വരുന്നത് ക്ലാസ്സിൻ്റെ അറ്റൻഡൻസിൻ്റെ സമയത്താണ്. കാരണം ഇവിടെ കുറേ ടീച്ചർമാരിരിപ്പുണ്ട്. ടീച്ചർമാർക്കറിയാം എങ്ങനെയാണ് ക്ലാസ്സിലിരിക്കാറ്. ഗേൾസൊക്കെ ഒരു സൈഡ്, ബോയ്സൊക്കെ ഒരു സൈഡ്. അപ്പോൾ അറ്റൻഡൻസ് വിളിക്കുന്ന സമയത്ത് ജോസഫേ, ഓ മേരിക്കും മാധവനൊക്കെ സുഖല്ലേ? ഓക്കെ. ജെനിഫർ, ഓ മോളെ കാണാൻ എന്ത് ഭംഗിയാ, പേര് തന്നെ കേട്ട. ജോമി ജോമി എന്ന് വിളിച്ചിട്ട് എല്ലാ ടീച്ചേഴ്സും ഈ ആണുങ്ങളുടെ ഭാഗത്തേക്ക് നോക്കാം. കാരണം പേര് കേൾക്കുമ്പോൾ തന്നെ അവർ വിചാരിക്കും ഒരു ആങ്കൊച്ചാണെന്ന്. ഞാൻ ഈ പെൺപിള്ളേരുടെ ബെഞ്ചിൻ്റെ ഫസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ പഠിക്കാൻ ഗെയിമായിട്ടൊന്നല്ല ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്നത്, എൻ്റെ ഹൈറ്റ് കുറവായത് തന്നെ. അപ്പോൾ മിസ് ഇങ്ങനെ നോക്കുമ്പോൾ കാണില്ലാണ്ട് ഉണ്ടായിരുന്നു. എൻ്റെ പേരിടാൻ എൻ്റെ അപ്പനും അമ്മയും കാണിച്ച മടിയുടെ ത്രിബിൾ മടി ഇപ്പം എനിക്കുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം എനിക്ക് കട്ടിലിൽ നിന്ന് എണീറ്റ് ഫാൻ ഓഫ് ആക്കാൻ മടിയാന്ന് വിചാരിക്കുക. നമ്മൾ സാധാരണ മനുഷ്യർ ചെയ്യുന്ന പോലെ അനിയ
ഫാൻ ഒന്ന് ഓഫാക്കി എന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ നേരെ KCB അണ്ണനെ വിളിച്ചിട്ട് അണ്ണാ ഈ ഭാഗത്ത് കറണ്ട് ഒന്ന് കളിയോ, മടിയായതുകൊണ്ട് പ്ലീസ്. എൻ്റെ പേര് ജോമി എന്നായതുകൊണ്ട് തന്നെ എനിക്ക് മാട്രിമോണിയിൽ പെമ്പിള്ളേരുടെ ആലോചനകളാണ് പൊതുവെ കൂടുതൽ വരാറ്. നിങ്ങൾ ഈ അർജുൻ റെഡ്ഡി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അർജുൻ റെഡ്ഡിയുടെ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്, ഒരു ഫിറ്റ് ചിക്കും ഒരു ഫാറ്റ് ചിക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും എന്ന്. ശരിയാണ്, പുള്ളിക്കാരൻ പറഞ്ഞ അച്ചട്ടാണ്. എൻ്റെ എല്ലാ ഫ്രണ്ട്സും നല്ല ഫിറ്റ്നസ്, ഈ മോഡൻ്റെ എല്ലാ ഫ്രണ്ട്സും. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഫിറ്റായ ഭയങ്കര കോമഡിയാണ്. ഇവർ എൻ്റെ അടുത്ത് ജോമി പിടിച്ച് നിൽക്ക് ജോമി, ഭൂമി കറങ്ങണ്ട് ജോമി, നീലാം സ്ട്രോൺ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല ഭൂമി കറങ്ങണ്ടെന്ന്, ഇപ്പം എനിക്ക് വ്യക്തമായി. ഇങ്ങനെയൊക്കെയാണ്. അപ്പം എൻ്റെ ഈ ഫിറ്റായ ഫ്രണ്ട്സ് എൻ്റെ ഈ ഫാറ്റ്നെസ് കുറയ്ക്കാൻ ഉപദേശങ്ങൾ പൊതുവെ പറയാറുണ്ട്. ജോമി ജിമ്മിപ്പോ തടി ഉറക്കും ഫിറ്റാവ് എന്ന് പറയാറുണ്ട്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ ശ്രോതാക്കളെ, എന്നെപ്പോലുള്ളവരുള്ളതുകൊണ്ടാണ് ജിം ഇൻസ്ട്രക്ടർമാരൊക്കെ ജീവിച്ചു പോകുന്നത്. ഞങ്ങളൊക്കെ മോട്ടിവേഷനാണ് അവർക്ക്. നിങ്ങൾ വെറുതെ അവരുടെ പ്രോട്ടീൻ പൗഡർ ഈ പാറ്റി ഇടണം, അപേക്ഷയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഫുഡ് കഴിക്കുക, ഇൻസ്റ്റ നോക്കുക, കിടന്നുറങ്ങുക. ഞാൻ സ്റ്റാൻഡപ്പ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അമ്മ ചിരി തുടങ്ങി, നിർത്താതെ ചിരി. ഞാൻ പറഞ്ഞു അമ്മ ഇപ്പോഴല്ല ചിരിക്കേണ്ടത്, ഞാൻ കോമഡിയൊക്കെ പറയുമ്പോൾ ചിരിക്കണം കേട്ടോ, ഇപ്പം ചിരിച്ചിട്ട് കാര്യമില്ല. അപ്പം പറയും അതല്ല മോളെ, നീ കക്കൂസെ പോവാൻ എണീക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല, കോമഡി പറയാൻ നീ എണീക്കുന്നത് ഓർത്തിട്ട് ചിരിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇൻസ്റ്റഗ്രാം കുറേ ഞോണ്ടിയിരിക്കുന്ന ഒരാളാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട്. പിന്നെ ചേട്ടനൊക്കെ അറിയാമല്ലോ, ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ സോൾമേറ്റിൻ്റെ പേര്, നമ്മുടെ പ്രായം, നമ്മുടെ നാഷണാലിറ്റി. ഇപ്പം ഞാൻ അക്ഷയ സെൻറ്ററിൽ പോയി എൻ്റെ വീടിൻ്റെ നമ്പർ വേണമെങ്കിൽ ഇൻസ്റ്റയിൽ ചേച്ചിയുടെ അടുത്തൊക്കെ ചേച്ചീൻ്റെ വീടിൻ്റെ നമ്പർ അറിയുമോ, അല്ല ഒരു ഫോം ഫില്ല് ചെയ്യാനായിരുന്നു. ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഹൗസ് നമ്പറൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ഫിൽറ്ററാണ്. നമ്മുടെ സോൾമേറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇൻസ്റ്റയിൽ അമ്മച്ച് നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചെറുപ്പം തൊട്ടുള്ള എനിക്ക് വൺ സൈഡ് ലെവലൊരു ചെക്കൻ ഇങ്ങനെ ഈ റീലിട്ടേക്കുക ഈ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് അവൻ്റെ സോൾമേറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ കണ്ടുപിടിക്കുക. ഞാൻ നോക്കിയപ്പോൾ ജെ, എൻ്റെ കണ്ണിൽ കൂടെ ഡ്രാഗൺ കുഞ്ഞുങ്ങളാണ് പറഞ്ഞത്, കുഞ്ഞിച്ചൊന്നുമല്ല. ഞാൻ അപ്പം തന്നെ പുള്ളിക്കാരന് മെസ്സേജ് അയച്ചു, എടാ മനസ്സിലെന്തേലും പറയാതെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ തുറന്ന് പറയണം, ജീവിതം ഒന്നേ ഉള്ളൂ. പുള്ളിക്കാരൻ നീ എൻ്റെ റീല് കണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു ഞാൻ റീല് കണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. എടി എനിക്ക് നിന്നോട് പറയാൻ കുറേ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, പേടിയായത് കാരണോടി നീ അങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നീ പറയടാ, നീ പറ, ഇങ്ങനെ ഉള്ളി കൊണ്ട് വെച്ചിട്ട് കാര്യം. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറയും എനിക്ക് നിൻ്റെ ട്വിൻ സിസ്റ്റർ ജെനിഫർ ഇഷ്ടമാണ്. സ്തംഭിച്ച് പോയി എൻ്റെ വാർത്തയ്ക്ക്, കാരണം ഇതെനിക്ക് സഹിക്കാവുന്നതിനപ്പുറം. അപ്പം ഞാൻ എൻ്റെ കണ്ണീരൊക്കെ തുടച്ചിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, അല്ലടാ നിനക്ക് അവൾ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? അപ്പോൾ അവൻ പറയുമോ ഇടി അവളുടെ പേര് കേട്ടപ്പോൾ എന്നെ പ്രേമിക്കാൻ തോന്നത്തില്ലേന്ന്. ഞാൻ എന്നിട്ട് അവനൊരു പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട് ജെനിഫർക്ക് വേണ്ടി. ഐ ലവ് യു ജെനിഫർ, നിന്റെ പേരെന്ത് ഭംഗി, പൂമഞ്ഞിൻ തൊങ്ങൽ ചാർത്തി മാലാകയായി നീ വരൂ. അപ്പോൾ ഇൻസ്റ്റയിൽ അമ്മച്ചു എന്നെ ചയച്ചു. എൻ്റെ വൺ സൈഡ് ലവിനെ പുള്ളിക്കാരൻ 2 സൈഡാക്കി കളഞ്ഞു. എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇത് ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അപ്പാ ഞാനും പുള്ളിക്കാരും സെയിം പ്രൊഡക്ഷൻ ഹൗസല്ലേ, പുള്ളിക്കാരത്തിയുടെ സിനിമ സൂപ്പർ ഹിറ്റ് ഹൗസ്ഫുള്ള്, ഞാൻ എന്തീ പുരനിറങ്ങി നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. അപ്പോൾ എൻ്റെ വൺ സൈഡ് ലവ് പോയി. സലീമിക്ക നല്ല സങ്കടമുണ്ട്, നീ കണ്ടല്ലോ അല്ലേ തരണ്ടി ഞാൻ വൺ സൈഡ് ലവ് പോയി. അപ്പോൾ എനിക്കിനി ആകെയുള്ള പ്രതീക്ഷ ഇൻസ്റ്റയിൽ അമ്മച്ചിയാണ്. ഞാൻ ഇൻസ്റ്റയിൽ അമ്മച്ചിയുടെ അടുത്ത് അമ്മച്ചി എൻ്റെ ലവറുടെ ഫസ്റ്റ് പേര് അമ്മച്ചി പറഞ്ഞു തന്നെ, അത്ര എളുപ്പമായില്ലോ, പിന്നെ അവരെ മാത്രം തപ്പിയാൽ പോരെ. അമ്മച്ചി A തൊട്ട് Z വരെ തിരക്കം പരക്കം തേരപ്പാര ഓടി ഓടി നടന്നിട്ട് എനിക്കൊരു ലെറ്റർ തന്നു, യു. ആരും മേടിക്കണ്ട, ഞാൻ ഉസൈൻ ബോൾട്ടിനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ഞാൻ പെണ്ണാണെന്ന് വിശ്വസിച്ച ഞങ്ങളുടെ കല്യാണം ഈ മേടത്തിൽ കാണും. പക്ഷേ പ്രശ്നം ഇതൊന്നുമില്ല, എനിക്ക് തോന്നുന്നു ആൾക്ക് ഒളിച്ചോടാനാണ് താല്പര്യം തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ കിടന്ന് ഓടത്തുള്ളൂ, ഞാൻ എൻ്റെ കട്ടിലിൽ കാണും. സോ താങ്ക് യു ഗൈസ്, ദാറ്റ്സ് ബീൻ മൈ ടൈം. മിടുക്കിയാക്കി കേട്ടോ. എന്താ പെർഫോമൻസ്, എന്താ ഇങ്ങനെയൊക്കെ കോമഡികൾ ഇങ്ങനെ കടകടകടന്ന് വരുമായിരുന്നല്ലോ. എവിടെ നിന്ന് വരുന്നതൊക്കെ? സ്ക്രിപ്റ്റിൽ നിന്നല്ലേ, ലോ കോളേജിൽ നിന്നല്ല. എനിവേ സലീമേട്ടാ സ്വന്തമായിട്ട് ട്രോളി ഒരു കഥ ഉണ്ടാക്കിയതാവാം, അല്ലെങ്കിൽ ഉണ്ടാക്കിയതല്ലെന്നോണല്ലേ കുറെയൊക്കെ. അല്ലല്ല, എനിക്ക് ട്വിൻ സിസ്റ്റർ ഒന്നും ഇല്ല, ഇതൊക്കെ ഉണ്ടാക്കിയത്. എന്തായാലും ആ ഭാവന വളരെ നന്നായിട്ടുണ്ട്, അവതരണം അതിലേറെ നന്നായിട്ടുണ്ട്. ഏതായാലും എടുത്ത ഡിഗ്രി മോശമായില്ല.
ഇനി കോടതി പോകണ്ടല്ലോ അല്ലേ? ഇനി നിങ്ങൾ കോടതിയിൽ പോയാൽ അത് കോടതിയുടെ ഭാഗ്യമായിട്ട് കരുതിയാൽ മാത്രം മതി. അഡ്വക്കേറ്റ് ജോമി MLLB അല്ലേ? ആ ബികോം LLB. അല്ല, അതൊക്കെ വെറൈറ്റി കോമ്പിനേഷൻ ആണ്. അതായത് അഡ്വക്കേറ്റ് ജോമി ബികോം LLB ബുക്കിങ്ങിന് സമീപിക്കുക. പ്രോഗ്രാം ഉണ്ട്, സ്റ്റാൻഡപ്പ് കോമഡി ഉണ്ട്. വളരെ ഗംഭീരമായി. വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2-ൽ അടുത്തതായി എക്സലൻസ് അവാർഡ് സെഗ്മെന്റ് ആണ്. അതിനായി ഇന്ന് വന്നിരിക്കുന്ന സ്പെഷ്യൽ ഗസ്റ്റ് നമുക്കെല്ലാവർക്കും സുപരിചിതനായ സിനിമാ രംഗത്തും മിമിക്രി രംഗത്തും സംഗീത സംവിധായകനും കൂടിയായ നമ്മുടെ പ്രിയങ്കരനായ വിനോദ് കെടാമംഗലം ചേട്ടനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിനോദ് ഏട്ടാ, ലെറ്റ്സ് വെൽക്കം. ഞാനിപ്പോൾ വിനോദേട്ടനെ എനിക്ക് അറിയാവുന്ന ഒരു 20 വർഷമായിട്ടെങ്കിലും അറിയാം. ഒരുപാട് തമാശ പരിപാടികൾ നമ്മൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ സിനിമയിൽ വിനോദേട്ടൻ ഉണ്ടായിരുന്നു, ഒക്കെ ശരിയാണ്. ഇപ്പം പക്ഷേ ഞാൻ ഈ സ്റ്റെഫി വിളിക്കുമ്പം സംഗീത സംവിധായകൻ കൂടിയായ വിനോദ് കെടാമംഗലം എന്ന് പറഞ്ഞ ഒരു തൂവലും കൂടി എടുത്ത് തലയിലേക്ക് വെച്ചേക്കുന്നു. അതിനെക്കുറിച്ച് ആദ്യം അറിയണം, എന്നിട്ട് ബാക്കി. എന്തായാലും ഈ ദീപാവലി ദിവസം ഈ വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഈ രണ്ടാം ഘട്ടത്തിൽ എൻ്റെ പ്രിയങ്കരനായിട്ടുള്ള സലിമേട്ടനോടൊപ്പം ഈ വേദിയിലേക്ക് വന്ന് നിൽക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ആദ്യമേ അറിയിക്കുകയാണ്. നമ്മളൊരുമിച്ച് മിമിക്രി അവലംബിച്ചു, പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, സിനിമയിലും എനിക്ക് അവസരം തന്നു. പക്ഷേ അവസാനം ചോദിച്ച ചോദ്യം, ഒരു സംഗീത സംവിധാനത്തിലേക്ക് എത്തി നിൽക്കുന്നതിൻ്റെ ഉത്തരം എൻ്റെ കാരണക്കാരൻ മറ്റാരുമല്ല, ഇന്നത്തെ അതിഥിയായിട്ടുള്ള നമ്മുടെ സലിമേട്ടൻ തന്നെ. 2010 സലിമേട്ടൻ ദേശീയ അവാർഡ് കിട്ടിയ സമയത്ത് എല്ലാ ദിവസങ്ങളിലും പലപ്പോഴും പല പ്രോഗ്രാമിലൊക്കെ സലിമേട്ടൻ പോകുമ്പോൾ കൂടെ ഞാനും കൂടെ പോകും. അപ്പോൾ ഒരു ദിവസം ഒരു കവിത, നാടിനെക്കുറിച്ച്, പറവൂരിനെ കുറിച്ച് ഒരു കവിത എഴുതിയിട്ട് എൻ്റെ തന്നു. ഞാൻ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു. കാരണം ഞാൻ ഒരു പറവൂർക്കാരനാണ്. പക്ഷേ ഞാൻ അത്ഭുതപ്പെടാൻ കാരണം ഇത്രയും പ്രഗത്ഭരായ ആളുകൾ അല്ലെങ്കിൽ ഇത്രയും ചരിത്രം പറവൂരിനുണ്ട് എന്നുള്ളത് ആ കവിത വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അത്രയും ഒരു പഠനം പറവൂരിനെ കുറിച്ച് ചേട്ടൻ നടത്തിയിട്ടുണ്ട്. ചേട്ടൻ ഉദ്ദേശിച്ചത് ഈ കവിത വായിച്ചതിന് ശേഷം അഭിപ്രായം പറയുക മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ആ കവിത ഒരു കോപ്പി എടുത്തു, ഞാൻ വീട്ടിൽ പോയി. ഞാൻ അന്ന് രാത്രി തന്നെ ഒരു ഏകദേശം ഒരു ട്യൂണൊക്കെ ഇട്ടിട്ട് രാത്രി ഒരു 11:30 മണിക്ക് ഞാൻ ചേട്ടനെ വിളിച്ചു. ചേട്ടാ, ഈ ട്യൂൺ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അസലായിട്ടുണ്ടല്ലോ, കലകിയിട്ടുണ്ട്, നീ നാളെങ്കിലും പോരി എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ചെന്നപ്പോൾ ഞാൻ ഒന്നുകൂടി നേരിട്ട് ഞാൻ ഇരുന്ന് പാടി കേൾപ്പിച്ചു. പുള്ളി പറഞ്ഞ്, സത്യം പറഞ്ഞാൽ ഞാനിത് വേറെ ആളെ കൊണ്ട് ട്യൂൺ ചെയ്യിപ്പിക്കുന്നതാണ്, ഇനി വേറെ ആരും ട്യൂൺ ചെയ്യണ്ട, നീ തന്നെ ട്യൂൺ ചെയ്തതായി, നിനക്ക് ഇഷ്ടമുള്ള ആൾക്കൊണ്ട് പാടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ആ പാട്ട് ഞാൻ ട്യൂൺ ചെയ്തു. OU ബഷീർ എന്ന് പറഞ്ഞ പറവൂരിലെ പ്രിയപ്പെട്ട ഗായകൻ പാടി. അതിൻ്റെ റെക്കോർഡിങ്ങും സ്റ്റുഡിയോ റെന്റും അതിൻ്റെ ഫുൾ പ്രൊഡ്യൂസറും അത് പാടിപ്പിച്ചതും എല്ലാം അതിൻ്റെ ചെലവെടുത്തത് ഈ സലിമേട്ടനാണ്. വിനോദിന്റെ കുടുംബപരമായിട്ടൊരു സംഗീതമുണ്ട്. അമ്മാവൻ സിദ്ധാർത്ഥ വിജയൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പാട്ടുകൾ ചെയ്തു. അതെ, മണിയുടെ ഒട്ടുമിക്ക പാട്ടുകൾ ചെയ്ത പുള്ളി തന്നെയാണ്. അവരുടെ മരുമോനാണ് വിനോദേട്ടൻ. പിന്നെ കെടാമംഗലം എന്ന് പറയുന്നത് നമുക്കറിയാം, വലിയ കാതികന്റെ നാടാണ്. അല്ല, വിനോദ് കാതികനായിരുന്നു. എത്ര സിനിമ കഴിഞ്ഞു വിനോദേട്ടാ? സിനിമ ഏകദേശം 75-ൽ പല സിനിമകൾ കഴിഞ്ഞിട്ടുണ്ട്. വിനോദേട്ടൻ ഒരു മാസ്റ്റർ പീസ്, മറ്റേ ഭണ്ടൊക്കെ ചിങ്കട ചിങ്കട, അത് ഒരു 4 പേര് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരാം. അസ്പഷ്ടതേ തുംഗഭദ്രേ ജൽപനേ കരാള മൃദംഗ വിരാജിതേ വിചിത്രേ. അസ്പഷ്ടതേ തുംഗഭദ്രേ ജൽപനേ കരാള മൃദംഗ വിരാജിതേ വിചിത്രേ. ദന്തദംഷ്ടങ്ങളിൽ കല്ലുകടിക്കുന്നു അന്ധകാരത്തിൻ്റെ അന്തഃപുരങ്ങളിൽ. എന്നിട്ടും അതൊന്നും ഓർത്തതില്ല ഞാൻ, സത്യത്തിലെല്ലാം മറന്നുപോയി. വക്രമാം വിക്രീഡ സംക്രീഡമാകുമ്പോൾ സ്നിഗ്ധതയെനിയൊന്നു പ്രചോദിക്കുന്നു. വക്രമാം വിക്രീഡ സംക്രീഡമാകുമ്പോൾ സ്നിഗ്ധതയെനിയൊന്നു പ്രചോദിക്കുന്നു. കടികാര സൂചിക്കു മൂർച്ച കൂട്ടുന്നവർ അധികാര കേന്ദ്രങ്ങൾ പ്രക്ഷുബ്ധമാക്കുന്നു. എന്നിട്ടും അതൊന്നും ഓർത്തതില്ല ഞാൻ, സത്യത്തിലെല്ലാം മറന്നുപോയി. ഉജ്ജലം നിർജ്ജലം കാഞ്ചന സ്ഫോടനം സ്പന്ദന പൂങ്കാരനാട്ട് പ്രഭാവത്തെ സാക്ഷിയാം സാക്ഷിപത്രം അഗ്നിപർവ്വതം സ്വാധയാകും നക്ഷത്രക്കൂട്ടങ്ങൾ. എന്നിട്ടും അതൊന്നും ഓർത്തതില്ല ഞാൻ, സത്യത്തിൽ എല്ലാം മറന്നുപോയി. അസ്പഷ്ടതേ
തുംഗഭദ്രേ അരെ വാ. ഹരാള മൃദംഗ ഹായ്, സുഭാഷ് ഗതഭാമ. നമ്മളെ അടിപൊളി. വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയിരുന്ന നാട്. സത്യം. ഞാൻ പേടിച്ചു പോയി അവിടെ തന്നെ താമസിച്ചു പോകുന്നുള്ളത്. താമസിച്ച് പോകുന്നുള്ള ഒരു പേടിയുണ്ട്. അന്ന് വിനോദേട്ടന്റെ ഈ കവിയെ തളച്ച് ഒരാണിയിലാക്കി ആലിലടിച്ചു. ആ ആണിയാണ് പിന്നീട് കേശവമാമൻ പറിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ നിലത്തിട്ട് എന്നും പറഞ്ഞ് കേശവമാമൻ ആ ആണി പറിച്ച് പാത കയറിയിട്ടാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. വിനോദേട്ടനെ ആദരിക്കുവാൻ വേണ്ടി എക്സലൻസ് അവാർഡ് സമ്മാനിക്കുവാൻ സലീമേട്ടനെയും പിഷാരടി ചേട്ടനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ വെർഷൻ 2-ലെ ഒരു പ്രധാന ഭാഗമാണ് ഇത്തരത്തിൽ മലയാളികളെ ഏതെങ്കിലും ഒരവസരത്തിൽ ചിരിപ്പിച്ച ഒരു മികച്ച പ്രതിഭയെ ആദരിക്കുക എന്ന് പറയുന്നത്. ഇന്ന് ഈ 1ാമത്തെ എപ്പിസോഡിൽ ആ പ്രതിഭയായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയത് ശ്രീ വിനോദ് കെടാമംഗലമാണ്. അദ്ദേഹത്തോടുള്ള നന്ദി, ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഞങ്ങളുടെ ഒരു ചെറിയ ഉപഹാരം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഇത്തരത്തിലുള്ള ചിരി സദസ്സുകളിലും പുതുതായി തുടങ്ങിയ സംഗീത സംവിധാന മേഖലകളിലുമെല്ലാം ഒരുപാട് ഉയരങ്ങൾ ഇനിയും കീഴടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു. ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2 ആദ്യ എപ്പിസോഡിൽ ഇന്നത്തെ നമ്മളെല്ലാവരെയും ചിരിപ്പിച്ച് നമ്മളെ സന്തോഷിപ്പിച്ച 2 കൊമേഡിയൻസ് ഉണ്ട്, സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ്. അതിൽ ആരാണ് ബെസ്റ്റ് എന്ന് നമുക്ക് ചോദിക്കാം. അവരെ 2 പേരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജോമി ആൻഡ് ഗിനീഷ്. ലെറ്റ്സ് വെൽക്കം. ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ ദീപാവലി സ്പെഷ്യൽ ഉദ്ഘാടന ദിവസത്തെ ആദ്യത്തെ എപ്പിസോഡ് പര്യവസാനിക്കുകയാണ്. ഇതൊരു വലിയ മത്സരമല്ല, തമാശയുടെ ഒരു മത്സരമല്ല ഇത്. ഇവിടെ ഒരാൾ വിജയിച്ചയാളും ഒരാൾ പരാജയപ്പെട്ട ആളുമല്ല, 2 പേരും വിജയികൾ തന്നെയാണ്. തമ്മിൽ ആരാണ് ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ചത് എന്നുള്ളത് മാത്രമാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അവർ തമ്മിൽ വളരെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ബെസ്റ്റ് പെർഫോമറായി നമ്മൾ ജോമിയെ തിരഞ്ഞെടുക്കുകയാണ്, ഒപ്പം ജിനീഷ്. ഇനിയും ഒരുപാട് പ്രതിഭകൾ വരുന്ന എപ്പിസോഡുകളിൽ നമ്മളോടൊപ്പം ഉണ്ടാവും. അവർ നമുക്ക് വേണ്ടി തമാശകൾ പറയും. ആ പ്രതിഭകളുടെ പ്രതിഭാവിലാസങ്ങൾ കാണാനും ചിരിക്കാനും വട്ടം കൂടിയിരുന്ന് വർത്താനം പറയുന്നതിൻ്റെ ഒരു രസം സന്ധ്യസമയങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവാനും എല്ലാമായി ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ ഈ ജൈത്രയാത്രയിൽ ഞങ്ങളോടൊപ്പം എല്ലാവരും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹാപ്പി ദീപാവലി. താങ്ക് യു.